നമ്മുടെ ലൈഫിൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എല്ലാവർക്കും അറിയാം പ്ലാനിങ് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്ലാൻ ചെയ്താലേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത്. എന്നാൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനായിരുന്ന എൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും അതിനുശേഷം കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊച്ചിയിൽ വെച്ചിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓഫ്ലൈൻ റിട്രീറ്റ് പ്രോഗ്രാം നടന്നിരുന്നു. അതിനുശേഷവുമുള്ള എൻ്റെ മൈൻഡ് സെറ്റും ആ ഒരു മൈൻഡ് സെറ്റിൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും ഞാനിവിടെ ഡീകോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് 6 മാസം മുമ്പാണ് നമ്മൾ പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തത്. ഓരോ 6 മാസവുമാണ് നമ്മുടെ കാൽസോൾ റീബൗണ്ട് പ്രോഗ്രാംസ് നടക്കുക, നമ്മുടെ ഓഫ്ലൈൻ ഇവൻറ്റ്സ് നടക്കുക. അപ്പോൾ ആ ഒരു 6 മാസം മുമ്പ് ഓഫ്ലൈൻ ഇവൻറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു, പല കോഴ്സിലെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. അതൊക്കെ നടന്ന് കഴിഞ്ഞ ദിവസം ആ ഒരു ഓഫ്ലൈൻ ഇവൻറ്റ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം, ശരിക്കും ഇന്ന് 3ാമത്തെ ദിവസമാണ് ഓഫ്ലൈൻ ഇവൻറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഫുൾഫിൽമെൻറ്റ് മോഡിലാണ്. സാറ്റിസ്ഫൈഡ് ഫീലുണ്ട്. ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ ശ്രദ്ധയോടും കൂടി കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്തതിൻ്റെ ഒരു നിർവൃതിയിലൊക്കെയാണ്. ഈ നിമിഷം ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അടുത്ത 6 മാസത്തേക്കുള്ള പ്ലാനിങ് ആണ് ചിന്തയിലേക്ക് വരുന്നതും ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ കുറേ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു പ്ലാനിങ് തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഇതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു. ഞാനൊരു വലിയ ദൗത്യം കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സമയമാണ് 6 മന്ത് എന്നുള്ളത്. അപ്പോൾ ഈ നിമിഷം ഞാൻ പ്ലാനിങ്ങിന് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, എൻ്റെ മനസ്സിലെ ചിന്തകളെ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ചിന്തകളെന്ന് പറയുമ്പോൾ അടുത്ത 6 മാസത്തേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയ സമയത്ത് എനിക്ക് കോഴ്സിനകത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസിലെ കോഴ്സിലെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ട, കുറച്ചുകൂടെ ആഡ് ഓൺ കോഴ്സസ് ചെയ്യേണ്ട കുറച്ച് കോഴ്സുകളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അത് വരാനുള്ള കാരണം, കഴിഞ്ഞ നാളുകളിൽ പല ആൾക്കാരും സ്റ്റുഡൻസുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് വരുന്ന കമൻറ്റ്, ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടോപ്പിക്സിൽ കൂടുതലായിട്ട് ഇൻഫർമേഷൻ വേണം, അതിൽ കുറച്ചുകൂടെ നോളജ് വേണം എന്ന് എനിക്ക് ചിന്തയിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു 6 മാസത്തിനകത്ത് ഇന്ന കോഴ്സസ് നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിനെ കൂടുതൽ അവരുടെ ലൈഫിലും ബിസിനസ്സിലും ഓട്ടോമേഷനും ഡിജിറ്റൽ ലീഡർഷിപ്പിലൊക്കെ അവരെ സഹായിക്കുന്ന കോഴ്സുകളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ അതിനെ എഴുതി. അതിനുശേഷം ഞാൻ നമ്മുടെ വെബിനാർ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ എഴുതി. ചുരുക്കം പറഞ്ഞാൽ മനസ്സിൽ വന്ന എല്ലാ കാര്യങ്ങളെയും ലിസ്റ്റ് ഔട്ട് ചെയ്തു. അടുത്ത 6 മാസത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടൻസ് ഉണ്ടായിരുന്നു, റീൽസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കോഴ്സസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ എഴുതി. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്. ആ എഴുതുന്ന കൂട്ടത്തിൽ ഞാൻ ഓഫ്ലൈനായിട്ട് പല മെമ്പേഴ്സിനെയും നമ്മുടെ ഓഫ്ലൈൻ ഇവൻറ്റിന് ശേഷം ഓൾ കേരള ഒരു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രോഗ്രാം നടന്നത് ഡിസംബർ 16-നായിരുന്നു കഴിഞ്ഞ വർഷം. ആ ഒരു ഡിസംബർ 16-ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഞാനൊരു ഓൾ കേരള ട്രാവൽ ചെയ്തു. എന്നിട്ട് ആ സമയത്ത് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് അറിയിച്ചു, ഞാനിങ്ങനെ ഓഫ്ലൈൻ മീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേരളം മുഴുവനും ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺ ദ വേയിൽ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് പറയുകയും ഒത്തിരി പേര് അതിനകത്ത് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ലൈവ് ലൊക്കേഷൻ, ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ ലൈവ് ലൊക്കേഷൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും ഞാൻ ആ ലൊക്കേഷൻ എത്തുന്നതിന് മുമ്പ് ആ ടെലിഗ്രാമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സമയം ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു റൗണ്ട് നന്നായിട്ട് ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ ഞാനത് തിരിച്ചു വന്നു. അതിനുശേഷം പിന്നീട് ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ആ ട്രാവൽ എനിക്ക് എത്രത്തോളം പ്രാധാന്യമായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ആ ഒരൊറ്റ ട്രാവലിൽ പല കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും ഓഫ്ലൈൻ മീറ്റിന് ശേഷം അവരുടെ ഓഫീസിലും അവരുടെ സ്ഥാപനങ്ങളിലും നേരിട്ടിരുന്ന് അവരുമായിട്ടൊരു അല്പസമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ കഴിഞ്ഞതും അവരുടെ ലൈഫിൻ്റെ സാഹചര്യങ്ങളെയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഒത്തിരി മെമ്പേഴ്സിനെ ആ ഒരു ഓഫ്ലൈൻ മീറ്റിന് ശേഷം വളരെ ആക്റ്റീവ് ആക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പേരെടുത്ത് പറയാൻ കുറേ ഫെസിലിറ്റേറ്റേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫില്ലറായിട്ട് മാറിയത് ഈ ഒരു ഓഫ്ലൈൻ ഞാനൊരു മീറ്റ്, ഓൾ കേരള മീറ്റ് പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ ചെയ്തതിനനുസരിച്ച് ആൾക്കാർ അവരുടെ സ്ഥലങ്ങളിൽ കാണുകയും
ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ മുഴുവൻ ലിസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ചെയ്ത ആക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഔട്ട്കം ഞാൻ ഈ ഒരു 6 മാസത്തെ റിവ്യൂ ചെയ്യുമ്പോൾ അത് വളരെ നല്ലതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഞാൻ വീണ്ടും അടുത്ത ഒരു 6 മാസത്തേക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, മനസ്സിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. രണ്ടെന്ന് പറയുന്നത്, ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും അധികം എനിക്ക് ഔട്ട്കം തന്ന, അതായത് കമ്മ്യൂണിറ്റിയിൽ വളരെയധികം പ്രയോജനപ്പെട്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അതിനെ സോർട്ട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ സോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ അടുത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ടാസ്ക്കായിട്ട് ഞാൻ എഴുതി. അപ്പോൾ നമ്മൾ എപ്പോഴും ടാസ്കുകൾ ഈ 6 മാസത്തെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് ഏറ്റവും അധികം പ്രയോജനം എന്ന വാക്ക് ഞാൻ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു വാല്യൂ ബേസ്ഡ് കണ്ടൻസിൽ, വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിൽ പറയുന്ന സമയത്ത് ഒരിക്കലും ട്രാൻസാക്ഷനെ അല്ല നമ്മൾ പ്രയോജനം എന്ന് പറയുക, ഓരോ ലൈഫിനെയാണ്. ഇപ്പോൾ ഒരാൾ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പോ എടുത്ത് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കാം. എന്നാൽ ആ ട്രാൻസാക്ഷനിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ അവരുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി അവരെ ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ട്, എത്രത്തോളം വ്യത്യാസം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇങ്ങനെ അത് സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും ഒക്കെ എത്രത്തോളം ആഡ് ഓൺ ബെനഫിറ്റ്സ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ അധികം ടാസ്കുകൾ എനിക്ക് വീണ്ടും ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രാവലിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഓൾ കേരള ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വരുന്ന സമയം, ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം 4 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത വ്യക്തിയെ കാണുക. വീണ്ടും അടുത്ത ആളെ കാണാൻ കുറേ ദൂരം ട്രാവൽ ചെയ്യണം. ഇത് ഓൺ ദ വേ എന്ന് പറയുമ്പോൾ റോഡ് സൈഡിലായിരിക്കില്ല, പലരുടെയും വീടോ ഓഫീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടായിരിക്കും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 6 ദിവസമോ 7 ദിവസമൊക്കെ മുഴുവൻ കറങ്ങി തിരിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വരാൻ കഴിയുക. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അൺപ്ലാൻഡ് ആയിട്ടേ പോകാൻ കഴിയത്തുള്ളൂ. ഓരോരുത്തരുടെ സ്ഥലം നമ്മൾ നോക്കി അവിടെ എത്തിയതിന് ശേഷം പിന്നെ അടുത്ത ആളെ കണക്ട് ചെയ്യുക. അപ്പോൾ അവരെ ആരെയും വെയിറ്റ് ചെയ്യിക്കാനും നമുക്ക് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പ്, അതായത് ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്ര സമയത്തിനകത്ത് അടുത്ത സ്ഥലത്ത് എത്തുമെന്ന് അറിയിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാത്തിരിക്കും. അപ്പോൾ അതൊരു നല്ല കാര്യമല്ല, മറ്റൊരാളെ വെയിറ്റ് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ എത്തി അത് കൺഫേം ചെയ്തിട്ട് മാത്രമേ അടുത്ത ആളുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് ഇത്ര സമയത്തിനകത്ത് ഞങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്, അവിടെ അവൈലബിൾ ആണോ എന്ന കാര്യം ചോദിച്ചിട്ടാണ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ ബിസിനസ്സിൽ ലോങ് ടൈം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ട്രാൻസാക്ഷനിൽ മാത്രമല്ലാതെ ആ വ്യക്തികളെ നമ്മൾ സമയം കൊടുക്കുകയും അവരുടെ ലൈഫിൽ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം അവർക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് നോക്കുക. അത് എപ്പോഴായാലും തിരിച്ചു വരും. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബിസിനസ്സിൽ സ്ട്രേഞ്ചർ സീക്രട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതിൻ്റെ ഓരോ വാക്കുകളും എൻ്റെ ലൈഫിലും ബിസിനസ്സിലും അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം, നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്തണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, എൻ്റെ വാല്യൂ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ തിരിച്ച് പഴയ 6 മാസത്തെ നോക്കിയിട്ട് പുതിയ 6 മാസത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ആദ്യം നമ്മുടെ മനസ്സിലെ എല്ലാ പോയിന്റ്സും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിനുശേഷം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും പ്രയോജനം ചെയ്ത കാര്യങ്ങളെ വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതിനെ സോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമേ സോർട്ടിങ് നടക്കില്ല. മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം എല്ലാം നമ്മുടെ മനസ്സിനെ അരിച്ചെടുക്കുന്നത് പോലെ മുഴുവൻ ചിന്തകളെയും നമ്മളിങ്ങനെ ചിന്തിച്ച് ഇപ്പോൾ രാവിലെ ഞാൻ കുറേ നേരം നടക്കുമായിരുന്നു. ആ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ സമയത്ത് മാത്രമല്ല, ഏത് സമയത്താണോ നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുന്നത് അത് നോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ വേണം. ചിലപ്പോൾ നമ്മൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരു പെട്ടെന്നൊരു ചിന്ത വരുന്നത്, ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നോട്ട് നമുക്കുണ്ടായിരിക്കണം. ആ നോട്ട് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ എഴുതുന്ന ലിസ്റ്റ് മുഴുവൻ ഞാൻ എടുത്തതിന് ശേഷം സോർട്ട് ചെയ്തു. അടുത്ത 6 മാസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാൾ ചെയ്തതിൽ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പ്രാധാന്യമുള്ള കാര്യങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ഓരോ മാസവും ഞാൻ തീം സെറ്റ് ചെയ്യും. ഈ മാസം ഈ ഒരു തീമാണ്, 2ാമത്തെ മാസം ഈ ഒരു തീമാണ്, 3ാമത്തെ മാസം, അങ്ങനെ 6 മാസത്തെ തീം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇതാണ് എൻ്റെ ഒരു പ്ലാനിങ്. അപ്പോൾ ഈ ഒരു വോയിസ് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിലും പ്ലാനിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. മനസ്സിലുള്ള എല്ലാ ചിന്തകളും എഴുതുക. വാല്യൂ ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് എന്ത് വാല്യൂവിനെയാണോ ബേസ് ചെയ്യുന്നത്, എന്ത് മിഷനാണോ നിങ്ങൾ ചെയ്യുന്നത്, ആ മിഷൻ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും ഇടപഴകുക. നമുക്ക് മറ്റുള്ളവരെ എത്രത്തോളം അവരുടെ ലൈഫിൽ നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയുമോ അത്രത്തോളം നമുക്കും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റ്
ഏതൊരു കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. സോ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വാല്യൂ എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾ എത്രത്തോളം വാല്യൂസ് ആണോ മാർക്കറ്റിൽ കൊടുക്കുന്ന അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ കൊടുക്കുന്ന കാര്യത്തിൽ മാക്സിമം നമ്മൾ പുറത്തേക്ക് കൊടുക്കുക, നമുക്കും തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഈ ഒരു ശബ്ദത്തിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങിന് കുറച്ച് ഇൻപുട്സ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റുകളും നിങ്ങൾക്ക് അറിയിക്കാം. തുടർന്നും ഈ ഒരു പോഡ്കാസ്റ്റിൽ കണക്റ്റഡ് ആയിരിക്കുക. വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഞാനത് അറിയിക്കും. ഒരുമിച്ച് നമുക്ക് പഠിക്കാം, വളരാം. പ്രവീൺ കാൽവിൻ കാൽസോ.